എന്തായാലും അമ്മാവന്റെ വായിന്ന് കേൾക്കണമെന്ന് അത് കേട്ട്. കൂട്ടുപ്രതി. ആഹാ, എവിടെ അമ്മാവനെ കാണാനായിരിക്കും അല്ലേ? അയ്യോ, എന്തായി? എന്താവാൻ നിനക്കൊരെണ്ണം തന്നോണ്ടല്ലോടി. ആള് കളിക്കുന്ന നീ എന്റെ അടുത്ത് എന്താടി? എന്താന്ന് നിന്റെ ആര് പറഞ്ഞ അമ്മ അവിടെ ഉദ്ഘാടനത്തിന് പോയില്ലെന്ന്? അമ്മാവൻ പറഞ്ഞു. കഴിഞ്ഞു. അമ്മാവൻ ഉദ്ഘാടനത്തിന് പോയി മൂക്കുമുട്ട സദ്യ കഴിച്ച് കനകമറ്റമ്മയോട് വെച്ച് കാണുകയും ചെയ്യും. ആണോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. തങ്കം, നീ അമ്മാവനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചല്ലേടി അവിടെ പോയില്ല എന്നെല്ലാം പറയണമെന്ന്. എന്റെ ദൈവമേ, എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ നുണ പറയണ്ട? ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് അമ്മാവൻ പറയട്ടെ. അമ്മാവൻ പറയട്ടെ. അയ്യോ, എന്തൊരു ഭാവപ്രകടനമാണ്. മലയാള സിനിമയിൽ കുറച്ച് നടിമാരുണ്ട്, അവനെ നീ വെളിയിലാക്കിക്കളെ. ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ നിനക്ക് കഴിവുണ്ട്. ഞാൻ പറഞ്ഞോ? എന്തേ ഞാൻ പറഞ്ഞോ? എന്തേ പോയ കാര്യം പറയണ്ടെന്ന് ക്ലീറ്റോനോട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എവിടെ പോയ കാര്യം തങ്കം? കണ്ണു വെട്ടിച്ച് ഉദ്ഘാടനത്തിന് അമ്മാവൻ പോയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ പോയില്ല. കണ്ടോ? പിന്നെ രണ്ടുപേരുണ്ട് സാക്ഷികൾ. അല്ല, നിങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു അതേടി നിർത്തണി. പറഞ്ഞു പറയിപ്പിച്ചല്ലേ? അല്ലേ? നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ പോയി എന്ന് പറഞ്ഞു. അവള് പോവരുതെന്ന് പറയാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് പിന്നെ ക്ലീറ്റോ അങ്ങനെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഒത്തുകളി സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ അങ്ങ് നാറ്റിക്കാണ്. നാണമില്ലാതെ കൊറേ എണ്ണം. അതെ, ആണുങ്ങളായാലേ വാക്കിന് വ്യവസ്ഥ വേണം. ഇത് പറയാനാണ് ഞാൻ പറഞ്ഞത്. കഴിയൂല്ലെങ്കിൽ പിന്നെ എന്തിനാ ഏറ്റത്? ഇത്ര പ്രായമായില്ലേ? പക്വത കാണിക്കാൻ അമ്മാവ, പക്വത. മതി ഇനി ഒരുപാട് അങ്ങോട്ട് ഇവിടെ നടിക്കണ്ട. അല്ല, എന്തെങ്കിലൊക്കെ വിചാരം. ഇന്ന് ഞാൻ ആരേനെ കണിയുണ്ട്. ഉച്ചയ്ക്ക് കയറി വന്ന വഴിക്ക് ചേച്ചി പറയുന്നത് കേട്ടു, ആണുങ്ങളായ വാക്കിന് വില വേണം, പക്വത വേണമെന്ന്. കുറച്ചു മുമ്പ് നിങ്ങൾ റൂമിൽ വന്നിട്ട് പറയുന്നത് കേട്ടു, പ്രായം എത്രയായില്ലേ, ആണുങ്ങളായ പക്വത വേണമെന്ന്. ഇതപ്പോ ഇവളും അത് തന്നെ പറഞ്ഞു. നീ ലില്ലിയും കൂടിയേ പറയാനുള്ളൂ എൻ്റെ പക്വതയെ കുറിച്ച്. അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് പോവാനല്ലേ. നീ പോണോ? ചായ എടുത്ത് വെച്ചിരിക്കുന്നു, കുടിച്ചിട്ട് പോ. അയ്യോ, എനിക്ക് ചായയും വേണ്ട, ഒന്നും വേണ്ട. രണ്ട് തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. ഒന്ന് ഗിരിജാനെ 2 ദിവസം മുമ്പ് ചേച്ചി എടുത്ത് കൊടുന്നാക്കിയത്. പിന്നെ ഒന്ന് സുകുമാരന്റെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു, ഞാൻ അവിടെ പോയി. അതിന് ഇത്രയും ശിക്ഷിക്കരുത് ഇന്ന് എല്ലാവരും കൂടി. നിന്നെ ക്ഷണിച്ചാ? ക്ഷണിച്ചു. ചേടാ, ഞാൻ പച്ച ജീവനോടുകൂടി ഇരിക്കുകയല്ലേടാ. അപ്പൊ എന്നെ ക്ഷണിക്കാത്ത സ്ഥലത്ത് നീ പോയത് തെമ്മാടിത്തരമാണാടാ. തെമ്മാടിത്തരം അല്ലേ? എന്ത് തെമ്മാടിത്തരം? ഞാനൊരാണാണ്, പക്വതയുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി, എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. അതിലെന്താ തെറ്റ്? ഓ, വല്ലാത്ത പക്വതനാണ്. ഇതാണാടാ ഒരു പക്വത? എന്നെ വിളിക്കാത്തത് നീ പോയത് തെറ്റാണ്, തെമ്മാടിത്തരമാണ്. അത് പക്വതയല്ല. അല്ല, എന്തിനാ ഇനിയിപ്പോ പറയുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴേ നീ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയല്ലോ. അല്ല, അതല്ലെന്നേ, നമ്മുടെ രണ്ടാളുടെയും 2 വീടല്ലേ. എന്നെ അവിടെ വന്ന് ക്ഷണിച്ചു, ചേച്ചീനെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടാവും കരുതി. ക്ഷണിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ അവൻ ഈ വീട് ഇറങ്ങിവിടായിരുന്ന? അവനോട് ചോദിക്കണം. എടാ, നിന്നെ വിളിക്കുന്നിടത്തേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞയക്കുന്നില്ല. എന്റെ ചെറുക്കൻ എവിടെ ഉണ്ട്, അവനെ പോയി വിളിക്കാൻ. അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ പോയിട്ടുള്ളത്, നീ അത് മനസ്സിലാക്കണം. എന്നിട്ട് അവൻ അവിടെ ഒന്ന് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഹോട്ടലിൽ പോയി നല്ല സദ്യ കഴിക്കാൻ പോയി. അല്ല, അത് വേറെ. അത് ഏത് വേറെ? നുണയനാടാ നീ, നുണയനാടാ നീ. അതെ, ഇന്നത്തെ ദിവസം ശരിയല്ല. എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. എനിക്ക് അത്ര അറിയുള്ളൂ. എന്നെ കാണാടാ. ഭയങ്കര മോശമാണ് ഈ കാണിച്ചല്ലേ അമ്മ? പിന്നെ തന്നെയല്ലേ? ഇത് തന്നെയാണ് നിങ്ങളെ മോൻ എൻ്റെ അടുത്ത് കാണിച്ചത്. എന്നെ ക്ഷണിക്കാത്തടത്താണ് നിങ്ങളെ മോൻ വലിഞ്ഞു കയറി സദ്യ ഉണ്ണാൻ വേണ്ടി പോയത്. ഇതിനാണ് ഞാൻ പരാതി പറഞ്ഞത്. പിന്നെ പ്രായത്രയൊക്കെ ആയില്ലേ, കുറച്ചുകൂടെ പക്വത കാണിക്കുക കേട്ടാ.